കഥ അവിചാരിതം. എഴുതിയത് ശ്രീകുമാരി ടീച്ചർ. അവിചാരിതം. കർക്കിടകത്തിലെ കാറും കോളും നിറഞ്ഞ ആകാശം. തോരാമഴ 3 മാസമായി പെയ്തു തിമിർക്കുന്നു. വീട്ടിലെ വരാന്തയിൽ അവിടെവിടെയായി മഴവെള്ളം വീഴാൻ 2 പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. തെറിച്ചു വീഴുന്ന വെള്ളം തളം കെട്ടി കിടക്കുന്നു. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയതുകൊണ്ട് കിടപ്പുമുറിയിൽ വെള്ളം വീഴില്ല. ഒരു ഷീറ്റും കൂടി വാങ്ങി മക്കളുടെ മുറിക്ക് കൂടി ഷീറ്റിലിടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നടന്നില്ല. രാജൻ ഓരോന്ന് ഓർത്തുകൊണ്ടിരുന്നു. ഓട്ടോ ഓടിച്ച് കിട്ടുന്നതുകൊണ്ട് 6 അംഗ കുടുംബം കഴിയണം. സുഖമില്ലാത്ത അനുജൻ വേണുവിന് മരുന്ന് മുടക്കാൻ വയ്യ. കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നവനാണ്. എല്ലാം നടന്നത് എൻ്റെ രാധയുടെ ഒരു ശ്രമം കൊണ്ട് മാത്രമാണ്. അവളെ കല്യാണം കഴിച്ചു വരുമ്പോൾ വേണുവിന് വയസ്സ് 10. ഒരമ്മയെപ്പോലെ അവൾ അവനെ സ്നേഹിച്ചു. മക്കൾ 3 പേരായിട്ടും വേണുവിന് ഒരു കുറവും വരുത്തിയില്ല. MAക്ക് പഠിക്കുമ്പോഴാണ് ലിവർ സിറോസിസ് വന്നത്. യാതൊരുവിധ ദുശ്ശീലവുമില്ലാത്ത എൻ്റെ വേണുവിന് ഇത്ര വലിയ രോഗം. 30 ലക്ഷം രൂപ കെട്ടിവെക്കണം. വീടും 5 സെൻറ്റ് സ്ഥലവും കൂടി വിറ്റാലും 30 ലക്ഷം കിട്ടില്ല. വീട് വിറ്റ് എന്നെ ചികിത്സിക്കേണ്ട എന്ന് വേണു വാശി പിടിച്ചു. മക്കളെയും കൂട്ടി എവിടേക്ക് പോകാൻ? അവൻ പറയുന്നതും ശരിയാണ്. പക്ഷേ ജീവനല്ലേ വലുത്? രാധയുടെ കൂട്ടുകാരി ഷേർലി കണ്ണാർണയിലെ ഒരു ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. അവൾ പറഞ്ഞാണ് രാധ ആ തീരുമാനത്തിലെത്തിയത്. ഗർഭപാത്രം വാടകയ്ക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു. പക്ഷേ വേണുവിന് നമ്മളല്ലാതെ വേറെ ആരാണ് ചേട്ടാ? അവനുണ്ടെങ്കിലല്ലേ നമ്മുടെ 3 പെൺമക്കൾക്കും ഒരു താങ്ങുണ്ടാവൂ എന്നവളുടെ വാക്കുകൾക്ക് മുന്നിൽ മൗനം ദീക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. 1 വർഷം കർണാടകയിൽ ഷേർലിയോടൊപ്പം താമസിച്ചു. ഓപ്പറേഷന് വേണ്ട തുക അവർ നേരത്തെ തന്നതുകൊണ്ട് വേണുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. രാധ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. 7 മാസം അവന് പാല് കൊടുത്തു. അതിനുശേഷമാണ് അവൾ വന്നത്. എൻ്റെ രാധ ഒരു അപ്സരസിനെ പോലെ സുന്ദരിയായി. വേണു ചേച്ചമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് മുതൽ വേണുവിനും അവന് കരൾ പകുത്തു കൊടുത്ത തനിക്കും നല്ല ശ്രദ്ധ വേണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, ശരീരശ്രദ്ധ എല്ലാം നിർദ്ദേശപ്രകാരം തന്നെ നടന്നു. പറഞ്ഞതിലും കൂടുതൽ തുകയുമായിട്ടാണ് രാധ നാട്ടിലേക്ക് വന്നത്. കുട്ടിയെ വിട്ടുപോകുന്നതുകൊണ്ട് രാധ മാസങ്ങളോളം വിഷമിച്ചു കഴിഞ്ഞു. വേണു MA പരീക്ഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഷെട്ടി ദമ്പതികൾ കുഞ്ഞുമായി മസ്കറ്റിലേക്ക് പോയി. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായി. എല്ലാം ഒരു നിയോഗം പോലെ കഴിഞ്ഞു. ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാൻ എൻ്റെ രാധയ്ക്കറിയാം. പിരിയാൻ നേരത്ത് ശാരദ ഷെട്ടി 4 പവൻ്റെ ഒരു മാല അവൾക്ക് കൊടുത്തിരുന്നു. അത് വിറ്റാണ് ഓട്ടോയുടെ ആദ്യ ഗഡു അടച്ചതും ഓട്ടോ പൂർണ്ണ രൂപത്തിലാക്കിയതും. മൂത്ത മകൾ +2-നായി. ഇളയവർ 10-ലും 8-ലും. ചെലവ് കൂടിക്കൂടി വന്നു. വേണുവിന് ജോലിയൊന്നും ആയില്ല. ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പോകുന്നുണ്ട്. അത് അവൻ്റെ PSC, ബാങ്ക്, റെയിൽവേ തുടങ്ങിയ ഓരോ സ്ഥലത്തേക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ മാത്രമേ ഉള്ളൂ. വീട് പുതുക്കിപ്പണിയാൻ കഴിയാത്തത് ഒരു പ്രശ്നമായി നിന്നു. അതാ മുറ്റത്തൊരു പോലീസ് ജീപ്പ് വന്ന് നിന്നു. രാജൻ ആത്മഗതത്തിൽ നിന്നും ഉണർന്നു. ജീപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങിയ 2 പോലീസുകാർ ഇങ്ങോട്ട് വരുന്നു. പോലീസ് ജീപ്പ് കണ്ട് അടുത്ത വീട്ടുകാർ തലയുയർത്തി നോക്കുന്നുണ്ട്. നിങ്ങളാണോ കാരയിൽ രാജൻ? അതെ സർ. നിങ്ങളുടെ ഭാര്യയാണോ രാധകുമാരി? അതെ. നിങ്ങൾ 2 പേരും ഒന്ന് സ്റ്റേഷൻ വരെ വരണം. പുറത്തേക്കിറങ്ങിയ വേണു അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. പോലീസുകാർ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, കുറ്റകൃത്യമൊന്നുമല്ല, വേഗം തന്നെ മടങ്ങുകയും ചെയ്യാം. പോലീസ് ജീപ്പിൽ കയറിപ്പോകുന്ന രാജനെയും രാധയെയും കണ്ട് അയൽക്കാർ വന്ന് കാര്യം തിരക്കി. ഏതോ ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷനാണെന്ന് പറഞ്ഞത് കേട്ട് കാര്യം വ്യക്തമാക്കാതെ അവർ പിൻവാങ്ങി. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അവർ വിവരമറിഞ്ഞത്. മസ്കറ്റിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ സുശീൽ ഷെട്ടിയും ശാരദാദേവിയും മരിച്ചു. ശാരദാദേവി അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുട്ടി തെറിച്ചുപോയതുകൊണ്ട് കൈക്കും കാലിനും ഒടിവുണ്ട്. സുശീൽ ഷെട്ടി ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ കേരളത്തിൽ താമസിക്കുന്ന രാധാകുമാരിയെ ഏൽപ്പിക്കണം. എൻ്റെ ഫാമിലി ഡോക്ടർ ഷേർലി വേണ്ടത് ചെയ്യും. എൻ്റെ സ്വത്ത് അത് മുഴുമിപ്പിക്കും മുമ്പേ ആ ജീവൻ അണഞ്ഞു. ഡോക്ടർ ഷേർലിയാണ് രാധയുടെ അഡ്രസ്സ് കൊടുത്തത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഡോക്ടർ ഷേർലിയും രാധയും രാജനും മക്കളും വേണുവും 2 പോലീസുകാരും നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൽ കുട്ടിയെത്തും. രാധയുടെ നെഞ്ച് ക്രമാതീതമായി മിടിച്ചു. തൻ്റെ ചിക്കുമോൻ അല്പസമയത്തിനുള്ളിൽ തൻ്റെ കൈകളിലെത്തും. 3 വർഷമായി അവനെ കണ്ടിട്ട്. രാധയുടെ കണ്ണുകൾ നിറഞ്ഞു. രാജൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്.
വിമാനം എത്തിയതായി അനൗൺസ്മെൻ്റ് ഉണ്ടായി. അതാ വരുന്നു 2 എയർ ഹോസ്റ്റസ്മാർ, ഫ്ലനലിൽ പൊതിഞ്ഞൊരു കൊച്ചു കുഞ്ഞുമായി. ആരാണ് രാധ എന്നവർ ചോദിച്ചു. രാധ മുന്നോട്ടാഞ്ഞെങ്കിലും നടക്കാൻ പ്രയാസം പോലെ. രാജൻ അവളെ മെല്ലെ നടത്തി. കുഞ്ഞിനെ വാങ്ങുമ്പോൾ സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു. ചിക്കൂട്ടാ, അമ്മയുടെ മുക്തിയെ. അവൾ മയക്കത്തിലായിരുന്ന കുഞ്ഞിനെ തെരുതെരിയുമ്മ വെച്ചു. കണ്ടുനിന്നവരുടെ കണ്ണുകളും നിറഞ്ഞു. കുട്ടി കരയാൻ തുടങ്ങിയപ്പോൾ അവൾ അവനെ മാറോട് ചേർത്തു. ആ നെഞ്ചിലെ ചൂടിൽ അവൻ വീണ്ടും മയക്കത്തിലേക്ക് വീണു. ശുഭം.